നിങ്ങളെ പറ്റിയിട്ട് ഫോട്ടോ വെച്ചിട്ട് ഒരു ട്രോൾ ഇറങ്ങിക്കുന്നു. ഇലക്ഷൻ സമയത്ത് മാത്രം സ്വന്തം മണ്ഡലത്തിൽ എത്തുന്ന വൈറസ്. സുഖമായിട്ട് എത്ര കാലമായിട്ട് ജയിച്ചുകൊണ്ടിരിക്കുന്നു? എത്ര കാലം? അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇതോടെ തീർന്ന് തോറ്റ്. എടാ അച്ഛൻ ഇലക്ഷന് നിൽക്കുമ്പോഴേ എതിർ പാർട്ടിക്കാർ പല ട്രോൾ ഇറക്കും. അതിനെതിരെ ട്രോൾ ഇറക്കണ മക്കളെ കണ്ടിട്ടുണ്ട്. ഇത് അച്ഛന്റെ ചവിട്ടുന്ന മകനെ ഞാൻ ആദ്യമായിട്ട് കാണുക. മുണ്ടി മുറുക്കി കൊടുക്കണം. 10 പൈസയില്ല എന്നും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കണല്ലാതെ ഒരു കാര്യമില്ല ഇയാളെ കൊണ്ട്. വീടിന് ഉപകാരമില്ല, നാടിന് ഉപകാരമില്ല. പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം ലോക്സഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഇലക്ഷന് മുന്നോടിയായി നമ്മുടെ ഫിഷ് ടി വി സംഘടിപ്പിച്ചിട്ടുള്ള പ്രീപോൾ സർവേയുടെ റിസൾട്ട് ഏതാനും നിമിഷങ്ങൾക്കകം പുറത്തുവിടാൻ വേണ്ടി പോവുകയാണ്. ഏതെല്ലാം എം പിമാർ വാഴും, ഏതെല്ലാം എം പിമാർ വീഴും, ഏതെല്ലാം പാർട്ടികൾ നിൽക്കും പോകും എന്നൊക്കെ ഈ സർവേയിലൂടെ നമുക്ക് വ്യക്തമാകും. വളരെ വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് സാമ്പിളുകൾ സ്വീകരിച്ചാണ് നമ്മൾ ഈ സർവേ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് തവളക്കുഴി മണ്ഡലമാണ്. തവളക്കുഴി മണ്ഡലമാണ്. തവളക്കുഴി മണ്ഡലത്തിലെ നിലവിലെ എം പി എന്ന് പറയുന്നത് സുഗതനാണ്. അതെ. സുഗതന്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നോക്കാം. അദ്ദേഹം 6000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്, വെറും 6000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ വെറും 6000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുഗതൻ എന്ന് പറയുന്ന എം പി പാർലമെന്റ് പോയത്. അതാ മറ്റോന്റെ ഗ്രൂപ്പുകാർ പാരവച്ചോണ്ട, അല്ലെങ്കിൽ ഞാൻ ഭൂരിപക്ഷത്തിലേക്ക്. സുഗതന്റെ പെർഫോമൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സുഗതനെ മണ്ഡലത്തിൽ കണ്ടവരുടെ ശതമാനം വെറും 10% പേർ മാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ പൊട്ടൂന്ന്. ഇതിനൊക്കെ എന്തിനാ സർവേ? വെറുതെ അല്ല എന്നെ റൂം കൂട്ടിട്ട് പാല് കൊടുത്തപ്പോ കഴിക്കന്നെ കൊത്തിക്കോ. വളരെ ദയനീയമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് സുഗതന്റെ. വെറും 10% പേർ മാത്രമാണ് അദ്ദേഹത്തെ മണ്ഡലത്തിൽ കണ്ടിട്ടുള്ളത്, നാട്ടിൽ കണ്ടിട്ടുള്ളത്. പിന്നെ ഇവനൊക്കെ ബോധിപ്പിക്കണ്ട ഞാൻ വന്നു പോണത്. അല്ല അതൊരു പറഞ്ഞ നേരമല്ലോ കേട്ടോ അല്ലേ? അതെ, സുഗതനെ പാർലമെന്റിൽ കണ്ടവരുടെ ശതമാനമാണ് വെറും 1% മാത്രമാണ് സുഗതനെ പാർലമെന്റിൽ കണ്ടിട്ടുള്ളത്. അയ്യോ, അത്രയും പേര് കണ്ട. അതൊരു പക്ഷേ അദ്ദേഹം പാർലമെന്റിൽ സത്യപ്രതിജ്ഞയ്ക്ക് പോയപ്പോഴായിരിക്കും. അന്ന് തെറ്റി. എന്താ ഈ പറയണേ? നമ്മള് ഡൽഹി തന്നെയല്ലേ? ജനിച്ച നാട്ടില് ഞാൻ വരുന്നില്ലേ, ഞാൻ ഡൽഹി തന്നെ പാർലമെന്റിൽ എത്ര വാതിലുണ്ടെന്ന് അച്ഛൻ അറിഞ്ഞൂടാ. അതുകൊണ്ട് പേടിച്ചിട്ട് പോകാതെ വഴി തെറ്റി പോയി 3-4 പ്രാവശ്യമായി. എന്തൊക്കെയാ ഒരു കളിയാ എന്തോ കളിയാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൂടാന്ന്. അടുത്തതായിട്ട് സുഗതൻ എം പി ആണ് എന്ന് പോലും അറിയാത്തവർ, എന്ന് വെച്ചാൽ സുഗതനെ മണ്ഡലത്തെ കണ്ടിട്ട് പോലും ഇല്ലാത്തവരുടെ ശതമാനമാണ് 75% പേർക്ക് ആ മണ്ഡലത്തിൽ സുഗതനെ അറിയുക പോലുമില്ല. സുഗതൻ എം പി ആണ് എന്നുള്ളത് അറിയുക പോലുമില്ല. ആ പറയണ കള്ള ജാതി ഉണ്ടല്ലോ, അവൻ മറ്റേ പാർട്ടിയുടെ ആളവൻ. ചെറുപ്പം മുതൽ അവനായി ഇങ്ങോട്ട് പോവാ പഠിപ്പിച്ചു തരാന്നെ. സുഗതൻ ആരാന്ന് അച്ഛന് പോലും എം പി ആണെന്ന് ഇപ്പോഴും. അതെ. നമുക്കൊരു കാര്യം ചെയ്യാം, അദ്ദേഹത്തിന്റെ വിജയ ശതമാനം എത്രയാണെന്ന് നോക്കാം. എത്രയാണ് അദ്ദേഹത്തിന്റെ വിജയ ശതമാനം? 8.17 ആണ് കാണിക്കുന്നത്. 8.17 ആണ് അദ്ദേഹത്തിന്റെ വിജയ ശതമാനം. അതിനർത്ഥം അദ്ദേഹം പൊട്ടുമെന്നല്ല, 8 നിലയിൽ കയറി പൊട്ടും. പൊട്ടും. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ പൊട്ടൂന്ന്. ഇതിനൊക്കെ എന്തിനാ സർവേ? എന്താണ് നിക്കട കാലാകാലം മുഴുവൻ റൂമിൽ കിടക്കേണ്ടി വരും കേട്ടോ. എന്തിത്തെ നിങ്ങൾ വേജാറാണ്ടിരിക്കുന്നേ. കോക്കനട്ട് ടിവിന്റെ പ്രീപോൾ സർവേ വരണ്ട, അപ്പൊ നമുക്ക് നോക്കാം. ഫിഷ് ടി വി ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. ഇവരിങ്ങനെ തന്നെയാണ്. പിന്നെ അല്ലാണ്ട് ഒക്കെ മാറി വരൂ. നിങ്ങൾ നോക്കിക്കോളി. എന്റെ പോയത് പോയി എങ്ങനെ തോക്കാതിരിക്കും. 18 വയസ്സായപ്പോഴത്തെ എം പി ആയതാണ്. ഇപ്പൊ എഴുന്നേറ്റ് പോകാൻ തൂറാൻ പറ്റാതെ വന്നപ്പോഴാണ് നാട്ടിൽ വന്നിട്ട് പിന്നെയും മത്സരിക്കണ. ഞാൻ നിക്കാന്ന് പറയാമേ. വെറുതെ കാശുകളെ കാലാകാലം പൊട്ടിയിടല്ലോ കേട്ടോ. പുറത്തിട്ട് ഒരു കാര്യമില്ല. ആ പ്രചരണത്തിന്റെ കാശ് വെച്ച് വല്ലതും മേടിച്ച് തിന്നച്ച. മക്കള് ഒരു ചിരി. ടെൻഷൻ അടിക്കണ്ട. അച്ഛനൊന്ന് തോക്കണോ അല്ലെ മരിക്കണോ, അല്ലാതെ എനിക്ക് എവിടെ സീറ്റ് കിട്ടാൻ. ഞങ്ങള് പോട്ടെ. ഇങ്ങോട്ടാ രണ്ടാളും കൂടെ വീട്ടിലേക്കാണ്.
വൈകിപ്പോ ഇപ്പൊ ഇലക്ഷന്റെ വർക്ക് ആയതുകൊണ്ടേ ഇത് റാണി എന്ന് പറഞ്ഞ കുട്ടിയല്ലേ? ആ അതെ സ്തുതി. അതെ മനസ്സിലായി. ഭാര്യ ഭർത്താവ്? ആ അതല്ലേ? അധികകാലേ ഭാര്യയും ഭർത്താവായിട്ട് ഇങ്ങനെ പോണ്ടി വരില്ല, പെട്ടിയിലാക്കി പോവും. മനസ്സിലാവോ? സാധാരണ പെട്ടിയല്ല, ശവപ്പെട്ടി, അതിലാക്കി പോണ്ടി വരും. മനസ്സിലാടാ? എന്താ പ്രശ്നം ചേട്ടാ? പറഞ്ഞുതരാം. ചാനലുകൾക്ക് വേണ്ടി പ്രീപോൾ സർവേ നടത്തുന്ന ഏജൻസിന്റെ ആളല്ലേ ഈ? ആ അതെ. ഫിഷ് ടിവിക്ക് വേണ്ടി തവളക്കുഴി മണ്ഡലത്തില് സുഗതൻ 8 നില പൊട്ടെന്ന് പറഞ്ഞ ഈ അല്ലേ? അത് പൊട്ടു ചേട്ടാ. വേണ്ട, കയ്യും കാലും ഉണ്ടല്ലോ. അനക്ക് ആളെ മനസ്സിലായത് ആരാന്ന്? ഇല്ല. ഞങ്ങളെ പാർട്ടിയിലെ കൊട്ടേഷൻ നമ്പർ 1 ഒറ്റ പെട്ടിന് 16 കഷ്ണാക്കും. ചേട്ടാ വണ്ടി എന്നാ വണ്ടി? കോക്കനട്ട് ടിവിയുടെ അടുത്ത സർവേ നീയല്ലേ ചെയ്യുന്നത്? അതെ. അതിനകത്ത് ഞങ്ങളുടെ സുഗതേട്ടൻ ജയിക്കുന്നു വരണം. വരും. മനസ്സിലായോ? എന്ത് വരണം? സുഖതായിട്ടും ജയിക്കും. ആ, ഇല്ലെങ്കിലേ കയ്യും കാലും തച്ച് ഞങ്ങൾ പൊട്ടിക്കും. വരും. വരുന്ന സുഖതായിട്ടും ജയിക്കും. വരും. ജയിക്കണം. ആ ചേട്ടാ പേയ്മെന്റ് ഏജൻസി അല്ലേ, അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് പേയ്മെന്റ് വേണം. ആ. പേയ്മെന്റ് ഞങ്ങൾ തരും. ആ. പക്ഷെ അത് വാങ്ങാനുള്ള കൈ എനക്കുണ്ടാവൂല. മനസ്സിലായോ? എന്റെ കാലു വിട്ടോ വിട്ടോ വിട്ടോ. സ്റ്റാർട്ടാവുന്നില്ല. ചാട്ടാവൂലേ? ഞാനടിക്കില്ലേ? എവിടെയാ? അടിയടാ. പോടാ, 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 പോടാ. അത് പോടാ. പോയേട്ടാ. എന്ത് മനുഷ്യന്മാരായത്? ആ, അറിയില്ല ഓണിന്റെ സ്വഭാവം. ദേഷ്യം പിടിച്ച എന്നെ തന്നെ തല്ലിയ ആളാണ്. പാമ്പ് 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 പാമ്പ്. ഓ. നിങ്ങൾ മനസ്സിലാക്കണം, അച്ഛാ 1950 അമ്മ എവിടെ പോയേക്കാണ്? ഇവിടെ ഫുഡ് ഓർഡർ ചെയ്തത് തിന്ന് വയറ് ചീത്തായി. എന്തേലും വെച്ചുണ്ടാക്കി തരണ്ടേ? അമ്മനോട് വരാൻ പറ. ലോകകപ്പിൽ കളിക്കാൻ യോഗ്യതയുണ്ട്. എന്നോട് ഞാൻ പറഞ്ഞില്ലടാ, അവളുടെ അമ്മയ്ക്ക് സുഖമില്ലാണ്ട് പോയിരിക്കണം, ഒരാഴ്ച കഴിഞ്ഞേ വരൂന്ന്. മനുഷ്യന് ഭക്ഷണം കഴിക്കണ്ടേ? അപ്പൊ ഇത് ഭക്ഷണം കൂടുതലായിരുന്നല്ലോ നേരത്തിന് പിന്നെന്താ? ഓർഡർ ചെയ്ത ഫുഡല്ലേ? ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് എത്ര ദിവസമായി? ഓ, അല്ലെങ്കിൽ പിന്നെ നീ അവിടെ ഡൽഹിയിൽ നീ വീട്ടിൽ വെച്ച ഭക്ഷണമാണല്ലോ കഴിക്കാറ്. 24 മണിക്കൂർ ഇതും കേട്ടിരിക്കുകയാണ്. നീ അവിടെ എവിടെയും പോയി കിടക്കടാ. കിടന്ന് ശ്വാസം മുട്ടണെന്ന് എനിക്ക്. നീ ശ്വാസം മുട്ടണം, ശ്വാസം മുട്ടി ചാവണം. അച്ഛൻ തുറന്നു വിട എന്നാ. ഞാൻ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും മേടിച്ചെന്നോളാം. ഇലക്ഷൻ കഴിയട്ടെ. അച്ഛൻ്റെ ഫോണെങ്കിലും ഒന്നതാ, ഞാൻ അമ്മനെ ഒന്ന് വിളിച്ച് സംസാരിക്കട്ടെ. അങ്ങനെ ഇപ്പൊ നീ വിളിച്ച് സംസാരിക്കണ്ട. നിനക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അമ്മേനെ വിളിച്ചോളാം. നശിച്ച രാഷ്ട്രീയക്കാരന്റെ മോനായി പോയല്ലോ. കയ്യിലിരിപ്പ് എന്ന് പറയടാ. എടോ, ഇന്നലെ ടൗണില് പൊതുയോഗത്തിന് ആള് വളരെ കുറവായിരുന്നല്ലോ. അതൊക്കെ പോട്ടെ, നമ്മളെ ഫിഷ് ടി വി ഇല്ലേ, അവിടെ ഒന്ന് പോയി പണിയൊക്കെ പറയും. നമ്മളെ കോക്കനട്ട് ടിവിന്റെ പ്രീപോൾ സർവേ വന്നിട്ടുണ്ട്, കണ്ടോ? എങ്ങനെ കാണാൻ സമയം കിട്ടണ്ടേ? നോക്കി. എന്താ പറയണു? ഞാനൊന്നും കാണാനുള്ള അതിന് മെനക്കെടോ. നമസ്കാരം. കോക്കനട്ട് ചാനലിന്റെ ലോക്സഭാ ഇലക്ഷൻ പ്രീപോൾ സർവേ ഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം, കോക്കനട്ട് ചാനലിന്റെ പ്രീപോൾ സർവേ ഫലം തന്നെയാണ് കഴിഞ്ഞ എല്ലാ ഇലക്ഷനുകളിലും ഇലക്ഷൻ റിസൾട്ടായിട്ട് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ എംപിമാരായ പല സ്ഥാനാർത്ഥികളും ഇത്തവണയും ജനവിധി തേടി ഇറങ്ങിയിട്ടുണ്ട്. അവരുടെയൊക്കെ ജനസമ്മതിയും വിജയ സാധ്യതയും നമുക്കൊന്ന് പരിശോധിക്കാം. പാണ്ടിക്കുന്നിലെ TK ശിവാനന്ദനിലേക്കൊന്ന് നോക്കാം. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പ്രവർത്തികൾ, പാർലമെന്റിലെ പെർഫോമൻസ്, ഇതെല്ലാം വളരെ മോശമാണ്. എന്ന് പറഞ്ഞ് അഴിമതിയുടെ കാര്യത്തിൽ അദ്ദേഹം ഒട്ടും പുറകിലേക്കല്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിജയ സാധ്യത 5%. ജയിക്കാൻ ഒരു സാധ്യതയുമില്ല. നമുക്ക് തവളക്കുഴി മണ്ഡലത്തിലെ സുഗതന്റെ കാര്യം ഒന്ന് നോക്കാം. TK ശിവാനന്ദന്റെ അപേക്ഷിച്ച് വളരെ വിപരീതമാണ് സുഗതന്റെ കാര്യം. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ പ്രവൃത്തികൾ, പാർലമെന്റിൽ ജനങ്ങൾക്ക് വേണ്ടി ഉച്ചത്തിൽ അദ്ദേഹം സംസാരിച്ച് നേടിയെടുത്ത കാര്യങ്ങൾ, ജനങ്ങൾക്കിടയിലെ ജനസമ്മതി, ജനങ്ങൾക്കിടയിലേക്കാണ് അദ്ദേഹം ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നത്. അഴിമതി ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അദ്ദേഹത്തെ വലിയ കാര്യമാണ്. ഈ എല്ലാ മേഖലയിലെയും ശതമാനം വെച്ച് നോക്കുമ്പോൾ 101% വിജയ സാധ്യത സുഗതനോടൊപ്പം ഉണ്ടെന്ന് നമുക്ക് യാതൊരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും. വെറും വിജയമല്ല, ഗംഭീര വിജയം സുഗതൻ ഈ ഇലക്ഷനിൽ കരസ്ഥമാക്കും.
അടക്കൂല അച്ഛാ അത്. തൊട്ടുമുണ്ടേ ഫോൺ. ഹലോ, എപ്പോ ഹലോ, ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താ പ്രശ്നം? പുലിയ എവിടെയാണ്? വീട്ടിലുള്ള അന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ പുലിനെ പൂട്ടിയിടുക, പുറത്തുനിന്ന് കുറ്റിയിടുക, ആരും ഉള്ളിൽ കയറരുത്, പുലിനെ ഉപദ്രവിക്കരുത്. ഓക്കെ? ഹലോ ഫയർഫോഴ്സ്. പശു കിണറ്റിൽ വീണോ? കുടിക്കുന്ന വെള്ളത്തിൽ കിണറ്റിൽ വീണോ? എവിടാ സ്ഥലം? ആ അറിയാം, ഇപ്പൊ തീ. ഹലോ പോലീസ് സ്റ്റേഷൻ. എന്താണ്? കള്ളനോ? എവിടെ? പൂട്ടി വെച്ചിട്ടുണ്ടാ? വെരി ഗുഡ്, വെരി ഗുഡ്. അതെ, ഒരു കാരണവശാലും തുറക്കരുത് കേട്ടാ. ഇത് എവിടെയാ? സ്ഥലം എവിടെയാ? പറഞ്ഞല്ലോ മോള് നോക്കിപ്പോയി. എന്താണ്? എന്തേ? പോയിട്ട് വാ, എന്താ കാണിച്ചു തരാം. എന്താടാ? വെളുത് കാണുന്നുണ്ടാ? എന്തേ? തേനീച്ച കുത്തിയതായത്. പടച്ചോനെ, എന്തിനാണ് അതിന്റെ ചോട്ടി പോയി നിക്കണേ? ഞാൻ പുരയിലെ കക്കൂസിൽ വെള്ളയിലേറ്റ് പെങ്ങളെ വീട്ടിലേക്ക് കക്കൂസ് പോയത് അതിലൂടെ അന്നേരം കിട്ടിയത്. എനിക്ക് വേറെ സ്ഥലത്തൂടി എന്റെ എനക്കൂടെ പറയിപ്പിക്കണ്ടേക്ക് 420 പ്രാവശ്യം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞില്ലേ തേനീച്ച കൊടുത്ത് മാറ്റിയല്ലേ പിലാവ് മുറിക്കുന്നില്ല. മുറിച്ച് കളഞ്ഞോന്ന് ഞാൻ പറഞ്ഞില്ലേ? ഞാനാ? എന്നിട്ടാണ് എന്റെ ബാക്കിയുള്ള ഭാഗം കൂടി കുത്തി നശിപ്പിക്കുമല്ലേ? അല്ല, ഈ എന്നിട്ട് ഇപ്പൊ അതിലെന്താ മഞ്ഞൾ തേച്ച് വെച്ചിക്കാ? പിന്നെ മഞ്ഞളാക്കാണ്ട് ഞാൻ ആക്കണ്ടേ? അതിന്റെ മുള്ളെടുത്ത് കളഞ്ഞാ എന്നെ കൊണ്ട് ഇരുന്നുണ്ടെങ്കിൽ പഴുക്കോ? ആ കൊമ്പ് ഈന്റെ കുപ്പി ഞാൻ വെട്ടി മാറ്റി നിങ്ങൾ പോയി തൂക്കാനെ വിളിക്കണം. പെരാന്തെടുക്കുന്നിട്ട് അങ്ങനെ ഓനാടന്ന് തുള്ളേ കൂട്ടി കുത്തിരി. എന്താ സൂര്യ? നിങ്ങളോട് ഈ താനെ എടുത്ത് മാറ്റി എത്ര കാര്യം ഞാൻ പറയുന്നത്. ഇപ്പൊ എന്റെ കവിള് നോക്കണം നിങ്ങൾക്ക്. എന്റെ ചന്തി ഏതാ കവിള് ഏതാ തിരിയാത്ത അവസ്ഥയിലായിപ്പോ. പിന്നെ കുത്തിയില്ലേ? അല്ല, ഞാൻ പറയാ ഒരിക്കൽ എന്നെ കുത്തി എനിക്ക് കുത്തണെന്ന് പറയാ. നിങ്ങൾ എന്തെന്നാന്ന് ഞാൻ വെറുതെ അങ്ങോട്ട് കാര്യം വന്നാണ്ടല്ലോ. നിങ്ങൾക്ക് എന്നെ തിരിഞ്ഞിക്കില്ല. അറിയാലോ നിങ്ങൾക്ക് വേണ്ടത്തെ കാര്യമല്ലോ. അല്ല സുധിയെ, ഇതിപ്പോ ഞമ്മള് നട്ട് വളർത്തിയ തേനീച്ചക്കൂടൊന്നല്ലല്ലോ സുധി, അത് മനസ്സിലാക്കി. ഇതിപ്പോ എന്റെ പെരയിലാണെങ്കിലും ഞമ്മളെ കുത്തിയാൽ എന്താക്കി എന്താ പറയാ? എന്റെ പുരയിൽ ഇത് കൂട് കൂട്ടിട്ട് അന്നേരം ഞാൻ കാട്ടി എന്നാ ചെയ്തില്ല. ഞാൻ പറയാതെ ഓന്റെ വീട്ടിൽ പോയിട്ട് ഒന്ന് കൂട് കൂട്ട്, ഓൻ എന്താ ചെയ്തോട്ടെ. ഈ കുത്തിയും കൊണ്ട് ഞാനങ്ങ് വന്നാണ്ടല്ലോ. ചക്കയുടെ മുഴുപ്പായില്ലേ കൂട്? നിങ്ങളുടെ കണ്ണി പെട്ടില്ലേ അത്? എന്റെ സദാചേട്ട നിങ്ങളെ വർത്താനം കേട്ടാ നമ്മള് രണ്ടാളും കൂടി പിടിച്ച് വലുതാക്കാൻ തോന്നല്ലോ. നിങ്ങൾ 24 മണിക്കൂർ പെരക്കകത്ത് ഇരിക്കുന്നോണ്ട് നിങ്ങൾക്ക് കുത്ത് കിട്ടണില്ല. ഇതിലൂടെ കിട്ടില്ല നിങ്ങളൊന്ന് പറയരുത്. എത്ര കുത്ത് എനിക്ക് കിട്ടിയെന്ന് അറിയോ? അല്ല, അത് നാട്ടുകാരെ കവളത്ത് ഞങ്ങൾ തേനെടുക്കുന്നത്. നിങ്ങൾക്ക് ഇത് മുറിച്ച് മാറ്റി കൊടുന്ന പിന്നെ എന്തും അലാക്കിലെ വർത്താനാക്കി പറയണത്. ഈ ഒരു തേനീച്ചക്കൂട് കാരണം ഇത്രയും നല്ലൊരു പ്ലാവ് മുറിച്ചു മാറ്റി ഒരു 15 കൊല്ലം കഴിഞ്ഞ് എനിക്ക് അതിനകത്ത് ബലട്ടു. നിങ്ങൾക്ക് പ്ലാവാണ് വരുന്നല്ലേ? പിന്നെ അല്ലാണ്ട് ഇക്കിന്റെ പ്ലാവന്നല്ലേ വലുത്. നിങ്ങൾ ഇത്രയും കാലം ഇത് കണ്ടിട്ടില്ല ഇവിടെ? ഞാൻ വർത്താനം പറയാൻ മാത്രം അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് കൂട്ടായിട്ട് നിന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുക. അല്ലാണ്ട് ഇന്നെ വന്നെങ്കിൽ ഇന്നെ വെളിയിൽ വന്നിങ്ങനെ ചീത്തറിഞ്ഞോണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ പറയും, ഞാൻ കൊടുക്കാം. മുറിച്ച് മാറ്റല്ലാണ്ട് വേറെ പറയും. ഈ വല്ലാണ്ട് തൊള്ളർക്കണ്ട. ആയിട്ടുള്ള കൂടി പാഞ്ഞു വന്ന് കുത്തി അലമ്പാക്കും തന്നെ. അയച്ചലായി. ഔ
മൊയ്തുക്ക ആ ഇത് ഇപ്പൊ പിഴിഞ്ഞ ഒരു 5 ലിറ്റർ തേൻ കിട്ടും. നിങ്ങൾക്ക് അറിയോ പി ഐ? എനിക്കറിയാൻ നിങ്ങൾ പോലും അറിയാണ്ട് ഞാൻ എടുത്തോണ്ട് പോകും. എന്നാ പിയാൻ അറിയുന്ന ആരെങ്കിലും കൊണ്ടുവരുന്നേ പിഞ്ഞ് കൊണ്ടുപോയിക്കോളി. നമുക്ക് തേനും വേണ്ട ഒരു മണ്ണാങ്കട്ടയും വേണ്ട, അത് ഒഴിവായി കിട്ടിയാൽ മതി. നമുക്ക് തേനൊന്നും വേണ്ടത്, എന്റെ ആവശ്യമല്ല. ഇവിടെ ആൾക്കാർക്ക് ശല്യമാകാതിരിക്കാൻ വേണ്ടിയാ പറഞ്ഞത്. ഞാൻ പീന്തൽ മുന്നേ ഇതിന്റെ അടുത്ത് മാറ്റിക്കോളി. ഇപ്പൊ എന്തിനാ ഹെൽമെറ്റ് ഒക്കെ ഇട്ട് വന്നത്? എങ്ങോട്ടും പോയിക്കൂടാ, കുത്തുകൊണ്ടാ പിന്നെയും ചത്തുവല്ലേ മൊയ്തൂക്ക. അതിന്റെ മുന്നത്തെ ജില്ലയുടെ പോയി അത് ഓട്ടിപ്പോയി. ആ ശരി. എടാ ചില്ലില്ലെങ്കിൽ പിന്നെ തേനീച്ച വന്നെ മുഖത്ത് കുത്തൂലേ ഹിമാറേ? തേനീച്ചക്ക് അറിയാവുന്ന ചില്ലില്ലാത്ത കാര്യം നിങ്ങൾ വെറുതെ അതൊന്നും പറയണ്ട. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ല നിങ്ങളെ ഭയ മുടക്കുവാ. വൈകി മുടക്കി തൂങ്ങി വരിക്കുക. സുജയും മാണ്ടാത്ത കാര്യം ചിന്തിക്കണ്ടോ. ഇവിടെ കൂട്ടായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം പരിഹാരം ഉണ്ടാക്കണ്ട്. കൂട്ടായിട്ട് എന്താ ഇത്? ഇങ്ങോട്ട് ഇറങ്ങിയേ. ഇറങ്ങ്, താഴോട്ട് ഇറങ്ങ്. ഞാൻ ഇവന്റെ കാറിൽ കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവന് ഇവന് തേനീച്ചല്ല കാട്ടുകടന്നലാ കുത്തേണ്ടത്. നിങ്ങൾ ഒന്ന് പിടിച്ചിറക്കി. ഇതെന്താ? എന്നെ കൊണ്ട് പറപ്പിക്കെടുത്ത നിങ്ങൾ ഞാൻ പറയാ കാര്യം. ഇത് കൊറേ കാലം അതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു തേനീച്ച കൂട്. ഇത് ചെറിയതായിരുന്നു. ഞാൻ പറഞ്ഞു എടുത്ത് മാറ്റി ലിപ്പിടെ വലിയതായി. ഇപ്പൊ എത്ര കുത്തായിരിക്കും കിട്ടിയത് നിങ്ങളറിയാം. ഇപ്പൊ അവസാനമായിട്ട് കിട്ടി. എന്റെ മെമ്പർ മോളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കി. നിങ്ങളൊക്കെ വർത്താനം കേട്ടാ വിചാരിക്കും ഞാനും സൂര്യൻ കൂടി നട്ട് വളർത്തനാണിതെന്ന്. നമ്മൾ നട്ട് വളർത്തിയത് പ്ലാവാണ്, അല്ലാണ്ട് തെനിച്ചു കൂടല്ല. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കാരണം നിങ്ങളെ പഞ്ചായത്ത് ഇടപെട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കി. അല്ല ഇതൊക്കെ അപ്പൊ നിങ്ങളുടെ പറമ്പിലല്ലേ ഈ പ്ലാവും തേനീച്ചൊക്കെ? പഞ്ചായത്ത് ഇപ്പൊ എന്ത് ചെയ്യാനാണ് ഇതില്? ആ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പോയിട്ട് പറയും ഇതിനൊന്നും എടുത്ത് മാറ്റാൻ. ആ മൊയ്തൊക്കെ നിങ്ങളൊരു കാര്യം ചെയ്യും, ആ ഫോറസ്റ്റിൽ അങ്ങ് പോയി പറയും. കാട്ടിലോ? അല്ല മൊയ്തൊക്കെ ഫോറസ്റ്റ് ഓഫീസില്. അതിന് തേനീച്ച മൃഗാണോ? അതിന് മൃഗാണോ? ആ ആയിരിക്കും. അല്ല ഈ തേനീച്ച ഇതൊക്കെ ഫോറസ്റ്റിന്റെ അണ്ടറിലാണ് വരിക. നിങ്ങൾ ഓരോട് പോയി പറയും. ആണോ? അപ്പൊ ഈ ഫോറസ്റ്റിന്റെ ഓഫീസ് എവിടെയാണ് മോളെ? നമ്മുടെ ഓവർസിയർ ശശാങ്ക സാറില്ലേ, പുള്ളിന്റെ വീടിന്റെ അപ്പുറത്തന്നെ തന്നെ പോയാ മതി. അപ്പൊ ഈ ഇപ്പൊ അങ്ങോട്ടാ പോണു? ഞാൻ പഞ്ചായത്തേക്ക്. അപ്പൊ മോളൊരു കാര്യം ചെയ്യും, അങ്ങോട്ട് പോണ വഴി ആ ഫോറസ്റ്റ് ഓഫീസിൽ ഒന്ന് കേറിയിട്ട് പറയും ഇവിടെ മൊയ്തുക്കാന്റെ തേനീച്ചനെ കൊണ്ട് പ്രശ്നമാണ്, ഒന്ന് എടുത്ത് മാറ്റിയെന്ന്. അല്ല ഇത്ത അവിടെ ഇന്ന് കോഴിക്കുഞ്ഞുങ്ങളെ കൊടുക്കണതാ. എനിക്ക് അങ്ങോട്ട് പോണം സമയത്ത്. കോഴിക്കുഞ്ഞ് കുത്തിയാൽ ആരും ചാവൂല, കുത്തിയ ചാവൂ. അല്ലത്ത നിങ്ങളുടെ പറമ്പിലല്ലേ ഇരിക്കണേ, നിങ്ങളല്ലേ പോയി പറയട്ടെ. ഇപ്പൊ ഞാനെന്ത് കേട്ടാണ്? ഞാൻ പോയിക്കോളാം, ഫോറസ്റ്റ് ഓഫീസിൽ നമ്മൾ പോയിക്കോളാം. അല്ല അപ്പൊ ഇതെന്താ ഓള് അങ്ങനെ ഇല്ലല്ലോ നമ്മളോട് പറഞ്ഞത്. ഇവിടെ വോട്ട് ചോദിച്ചു വരുമ്പോ എന്താ പറഞ്ഞ നിങ്ങളുടെ എന്താ ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതൊക്കെ പോയിട്ട് നടത്തുന്നല്ലേ. അതിന് തേനീച്ചന്റെ പ്ലാവിന്റെ കാര്യം പഞ്ചായത്ത് പോകണം ഞങ്ങൾ പറയണേ. പിന്നെ അല്ലാതെ ഇന്റെ തേനീച്ചകളോട് ഞാൻ പറയാണ്, ഇതിനെ കുത്തണം എന്ന് തോന്നുമ്പോ 4 കുത്ത് ഓക്കട്ടെ കുത്തിക്കോ. ഇവിടെ വെറുതെ ഇങ്ങനെ നടക്കാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ആ ഫോറസ്റ്റിൽ പോയി പറഞ്ഞു പറയാം. സാറേ രണ്ടുപേര് കാണാൻ വന്നേക്കണ്. ആനക്കേസാ? അല്ല എന്തോ ഒരു ഈച്ചക്കേസാ. ഈച്ചക്കേസാ? ആ എന്നാ വരാൻ പറയും. എന്താ സാറേ ഞമ്മള് പേര് മൊയ്തു. ഇത് നമ്മള് കെട്ടിയോളാണ് സൂറ. സാറിന്റെ പേരെന്താ? എന്റെ പേര് ബേബി എന്ന് പറയും. പെണ്ണുങ്ങളെ പേരാ? പെണ്ണുങ്ങളല്ല, ആണുങ്ങളെ. എന്റെ പേരാ. സാറിന്റെ പേരാണ്. അപ്പൊ നമ്മള് വന്നെന്താ വെച്ചാലേ, നമ്മളെ പെരയിൽ ഒരു പ്ലാവുണ്ട്. അത് വിൽക്കാൻ വന്നാ? അല്ലല്ല, ആ പ്ലാവ് കൊണ്ട് ഇപ്പൊ നമ്മള് വലിയ അടങ്ങാറില്ല. ഈ പ്ലാവിന്റെ മേലെ ഒരു തേനീച്ചക്കൂടുണ്ട് സാറേ. തേനീച്ചക്കൂട് പണ്ട് ചെറുതേനി, ഇപ്പൊ അത് കൂടി വലുതായിക്കാണ്. അപ്പൊ അവനെ ഇഷ്ടം പോലെ തേനൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ആ തേനൊക്കെ അടക്കട്ടെ, അതുകൊണ്ടല്ല ഇപ്പൊ ഈ തേനീച്ചക്കൂട് കൊണ്ട് ഞങ്ങളിപ്പോ ആകെ അടങ്ങാറായിട്ട് നിൽക്കുക. എന്താ അടങ്ങാറ്? കാരണം ഇതിന്റെ മേലെ തേനീച്ചകൾ വന്നിട്ട് അയൽവാസികളൊക്കെ കുത്തുക, ഞമ്മളെയും കുത്തുക. എത്ര കുത്താ കിട്ടണ വെച്ചിട്ടാ. അതുകൊണ്ട് അപ്പൊ നാട്ടുകാർ മുയിമപ്പൊ വന്ന് പരാതി പറയാ. ഇനി പോര് പറഞ്ഞ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുക്കുന്ന. അപ്പോഴാണ് റാണി പറയണത് ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടാ പറയേണ്ടത്. തേനീച്ചല്ല റാണിയാ? അല്ലല്ല, നമ്മുടെ വാർഡ് മെമ്പറേ. വാർഡ് മെമ്പർ റാണി. ഇവിടെ വന്ന് പറയാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ഇത് പറയേണ്ട, ഓരാണ് ഇതൊക്കെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ വന്നിട്ട് ആ തേനീച്ച കൂടെ ഒന്ന് മാറ്റി തരണം. എന്ത് വർത്താനം ഇത്? ഏത് റാണിക്ക് എന്തൊക്കെയാ പറഞ്ഞുകൂടായി? ഞങ്ങൾ ഈ കാട്ടിലെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്ന ആളുകളാ, നാട്ടിലെ കാര്യങ്ങളല്ല. അതേ ഓള് പറഞ്ഞല്ല, തേനീച്ച മൃഗല്ലേ. തേനീച്ച മൃഗോ? തേനീച്ച മൃഗാണ്. ആരെ പറഞ്ഞേ? ഓള് പറഞ്ഞേ അത് ഫോറസ്റ്റിന്റെ വകുപ്പിൽ പെടുന്നാന്ന് അറിഞ്ഞോളൂ. അപ്പൊ ഓളെ വീട്ടിൽ പോയിരുന്ന കോഴിയൊക്കെ മൃഗ ആയിരിക്കും. കോഴിക്ക് ഇപ്പൊ രോഗം വന്നാൽ മൃഗാശുപത്രിയിലല്ല കൊണ്ടുപോകല്.
ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ ഇത് ഞങ്ങളെ സെക്ഷനിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. ഇത് അല്ലല്ല, ഞങ്ങളതിൽ ഒതുക്കൂല. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാല് കാട്ടിലെ മൃഗങ്ങളെ, അതായത് ആന, പുലി, സിംഹം, അത് നേരെ മറിച്ച് നിങ്ങളെ വീട്ടിലൊരു പുലി വരികയാണെങ്കിൽ അറിയിച്ചോളി, സ്പോട്ടിൽ ഞങ്ങൾ എത്തും. അല്ല സാറേ, പുലിയൊക്കെ വലുതല്ലേ, തേനീച്ചത്രേ ഉള്ളൂ. അല്ല, അത് നോക്കിയിട്ട് കാര്യമില്ല. ഞങ്ങൾ കംപ്ലീറ്റ് ഈ മൃഗങ്ങളെ, ഈ ടാർസനെ കഥ വായിച്ചിട്ടുണ്ടോ നിങ്ങള്? ടാർസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുലി, സിംഹം, ആന, കരടി അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ മൂപ്പര കമ്പനിക്കാരുള്ളൂ. തേനീച്ചയായിട്ട് സവാസം ഈ ടാർസൻ ഉണ്ടോ? ഇല്ലല്ലോ, ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഈ വനപാലകരും. അതല്ല, ഈ തേനീച്ചന്റെ പേരെന്താ? തേനീച്ച എന്നാണ് എല്ലാരും പറയണത്. ജാതിയോ? ജാതിയോ? തേനീച്ചക്ക് ജാതി മതം അത് മനുഷ്യന്മാർക്കുള്ളതല്ലേ. ഉദാഹരണത്തിന് എപ്പിസ് ഫ്ലോറിയ, ചെറിയ തേനീച്ച. എപ്പിസ് സെറാന ഇൻഡിക എന്ന് പറഞ്ഞാൽ എന്താ? വലിയ തേനീച്ച. നിങ്ങൾക്ക് വിവരം ഉണ്ടല്ലോ. അല്ല, ഇത് ചെറുതാകുമ്പോ മറ്റോ വലുതാവുമല്ലോ. എന്റെ സാറ് ഇത് ഇപ്പൊ പേരെന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ ഐറ്റങ്ങൾ വന്ന് കുത്തിയിട്ടെങ്കിൽ നല്ല കടച്ചിലായിരിക്കും, ഇങ്ങനെ വീർത്തു വരും. ചെറിയ തേനീച്ചയാണെങ്കിൽ നല്ല തേനായിരിക്കും. അല്ല, തേനല്ലല്ലോ ഇപ്പൊ ഇവിടെ വിഷയോ. ഇതിപ്പോ തേനീച്ചനെ ഒഴിവാക്കാനാണല്ലോ നമ്മൾ നോക്കണേ. ഇത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അല്ല, ഇത് ഫയർഫോഴ്സാ. അതിനാ തീ പിടിച്ചിട്ടൊന്നുമില്ലല്ലോ. എന്തായാലും ഈ കടന്നലിന് തീ കൊടുത്ത് നശിപ്പിക്കേണ്ടത് ഫയർഫോഴ്സാണ്. അപ്പൊ തീയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഫയർഫോഴ്സാ ചെയ്യാ. അല്ലതിപ്പോ അവിടെ ഇവിടെ അങ്ങനെ പറഞ്ഞു നടന്നാൽ എങ്ങനെയാണ്? തേനീച്ചനെ ഒഴിവാക്കാതെ നടക്കൂല, നാട്ടില് വലിയ പ്രശ്നമായിക്കണേ. അത് ഫയർഫോഴ്സിലാണ് പറയേണ്ടതെന്ന് മൂപ്പര് പറഞ്ഞില്ലേ? അങ്ങനെ പറയുന്നത് ഇപ്പൊ തേനീച്ചനോ മൂപ്പരിക്കൊന്ന് വന്ന് നോക്കിയാൽ എന്താണ്? നിങ്ങൾ ഈ തേനീച്ചേനെ ഒഴിവാക്കുക, മൊയ്യില്ലണ മാതിരിയല്ല ഇത്. ഇതിന് കുറെ റിസ്കാ. ഒരു പറഞ്ഞല്ലോ നമുക്ക് ആടെ പോവാന്ന്. പിന്നെ തേൻ കിട്ടുകയാണെങ്കിൽ ലേശം ഇവിടെ ഒന്ന് എത്തിക്കണം. അത് ഞങ്ങളെ വനവകുപ്പാടെ തേന്. അത് ശരി, തേന് മാത്രം ഞങ്ങൾ വകുപ്പുള്ളൂ, തേനീച്ചങ്ങളെ വകുപ്പ് പെടൂല. അങ്ങനെയല്ല. അപ്പൊ നമ്മള് ഫയർഫോഴ്സിൽ പോവാ. നമ്മളിങ്ങനെ ഈ താടി മീശയൊക്കെ നീട്ടി ഒരു പോലീസുകാരൻ ആദ്യമായിട്ട് കാണുക. പോലീസുകാരനല്ല, വനവകുപ്പാണ്. അല്ല, ഏത് വകുപ്പായാലും. ഞാന് മലയ്ക്ക് പോകുന്നുണ്ട്, ശബരിമലയ്ക്ക്. ഓ, ശബരിമലക്ക് പോകുന്നുണ്ട്. സൂക്ഷിച്ചു കണ്ടൊക്കെ പോയിക്കോളി, വഴി വളരെ മോശമാണ് കേട്ട്. അവിച്ചു പോയ. അല്ല, ഇനി ഇപ്പൊ നിങ്ങൾ എന്താണ് അങ്ങോട്ട് പോവാ? ഫയർഫോഴ്സിൽ പോവാ. എന്തിനാണ് അവിടെ ഇവിടെ പോയിട്ട് തേനീച്ച എന്തേ? നിങ്ങളല്ല സ്വാമി സാരന. അയ്യോ, നിങ്ങൾക്ക് പറ്റുമോ തേനീച്ചന്റെ? പറ്റൂലെന്ന് പറഞ്ഞില്ല സൂറജ്. പറ്റൂലെന്ന് പറഞ്ഞാല് നാട്ടുകാരന്റെ വായിരിക്കണതൊക്കെ ഒരു സ്റ്റീൽ പാത്രം നിലത്ത് വീണ സൗണ്ട് എന്ത് വെറുപ്പിക്കലാണപ്പോ.